മാന്യ മഹാജനങ്ങളെ, സുഹൃത്തുക്കളെ, ഫോക്സ്, നമ്മളിതാ വസൈ റോഡ് സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ രത്ലാമിലായിരുന്നു നിർത്തിയത്. നേരെ വിളിക്കുമ്പോൾ വണ്ടി വസൈ റോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. വണ്ടി ഒരിത്തിരി ഹെഡ് ഓഫ് ഷെഡ്യൂളാണെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി നിൽക്കുമ്പോഴേക്കും ടൈം റൈറ്റ് ആവും. ഇവിടുന്ന് കയറാനുള്ള പുതിയ ഗാർഡൊക്കെ റെഡിയായിട്ട് നിൽക്കണം ചാതകൻ. സമയം 5:57 ഇപ്പോൾ ആയത്. 5:58 നമ്മുടെ അടുത്ത് ഒഫീഷ്യൽ അറൈവൽ ടൈം. गाड़ी क्रमांक 1228 चंडीगढ़ पासून तिरुवनंतपुरम मार्गे चंडीगढ़ तिरुवनंतपुरम केरला एक्सप्रेस लवकरच प्लॅटफॉर्म क्रमांक 7 वरून सुटू. അപ്പോൾ നമ്മൾ വസൈ റോഡിലെത്തി. നമ്മൾ ആ പുറത്തുകൂടെ കഴിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പുറത്ത് കൂടെ ഈ റോഡിൻ്റെ 37546 പോകുന്നുണ്ട്. ഇത് കോയമ്പത്തൂർ രാജ്കോട്ട് എക്സ്പ്രസ് ആണ്. നമ്മൾ നിർത്തിയ സ്ഥലത്ത് തീരെ ലൈറ്റില്ല. നമ്മളങ്ങനെ വസൈ റോഡിൽ നിന്ന് പുറപ്പെട്ടു. സമയം 6:04. 4 മിനിറ്റ് ലേറ്റായിട്ട് വസൈ റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. പുതിയ ട്രെയിൻ മാനേജറും ലോക്കോ ക്രൂവും അതുപോലെ TT മാരൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കയറി TT മാർ എത്രത്തോളം ദൂരം പോകുന്നു എനിക്കറിയില്ല കേട്ടോ. KRൻ്റെ സ്റ്റാഫല്ല ഞാൻ കണ്ടത്. ഞാൻ കണ്ടത് സെൻട്രൽ റെയിൽവേയുടെ സ്റ്റാഫാണ്. പണ്ട് കാലത്ത്, അതായത് ഈ ട്രെയിനിൻ്റെ ആദ്യകാലത്ത് ഇതിന് എൻഡ് ടു എൻഡ് ഒറ്റ സെറ്റ് TT ആയിരുന്നു. പണ്ട് സദേൺ റെയിൽവേയുടെ വണ്ടി വരുന്ന സമയത്ത് തിരുവനന്തപുരത്തുനിന്ന് കയറുന്നത്, കൊച്ചുവേളിയിൽ നിന്ന് കയറുന്ന TT മാർ അങ്ങ് ചണ്ഡീഗഡ് വരെ പോകുമായിരുന്നു. അപ്പോൾ അത് മാറി. നമ്മൾ ഈ ഒരു സ്ട്രെച്ച് ഒരുപാട് പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് സ്പെസിഫിക് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ എനിക്ക് ഇരിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ WDFC ഒന്ന് വൃത്തിയാക്കി കവർ ചെയ്യണം. അതിനു വേണ്ടിയാണ്. കാരണം WDFC ഇപ്പോഴത്തെ സ്ട്രെച്ച് വർക്ക് കംപ്ലീറ്റ് ആയി. അതായത് ഖാർഭാവ് മുതൽ JNPT വരെയുള്ള വർക്ക് കമ്മീഷനായി എന്നാണ് അവരവകാശപ്പെടുന്നത്. കോയമ്പത്തൂർ രാജ്കോട്ട് എന്ന ബോർഡ് തെലുങ്കിൽ വെച്ചിരിക്കുന്നു. ഐ മീൻ മെയിൻ ബോർഡ് തെലുങ്കിൻ്റെ ആവശ്യമില്ല. മെയിൻ ബോർഡ് ഗുജറാത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ബോംബെ നഗരത്തിലെത്തിയിരിക്കുകയാണ്. ബോംബെ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിലെത്തിയിരിക്കുകയാണ്. സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. സെക്കൻഡ് സാറ്റർഡേ ഒന്നും ബോംബെക്ക് ഒരു വിഷയമല്ല. ബോംബെക്ക് സൺഡേ തന്നെ വിഷയമല്ല. അപ്പോഴാണ് സെക്കൻഡ് സാറ്റർഡേ. അപ്പോൾ നമ്മളങ്ങനെ വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഇറങ്ങാറായി. വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. അപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേ മുംബൈ ഡിവിഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ രാവിലെ നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ നല്ല തണുപ്പായിരുന്നു. നല്ല അടിപൊളി തണുപ്പായിരുന്നു. അത് മെയിൻ ലൈനിൽ ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടല്ലോ. കുറച്ച് നേരത്തെ ഒന്നുകൂടെ ആയിരുന്നു. ഏതാ വണ്ടി നിങ്ങൾ കാണാൻ? അപ്പോൾ നമ്മൾ ഇന്നലെ ചണ്ഡീഗഡിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഇവിടെ ഇപ്പോൾ മഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇത് സ്മോഗാണ്. തണുപ്പെന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല കേട്ടോ. നല്ല ചൂടാണ് തോന്നുന്നത്. ഈ ലൈനിൽ ഏതൊരു വണ്ടി വരുന്നുണ്ട്.
ഏതൊരു സ്പെഷ്യൽ ട്രെയിനാണ്, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ മാർക്കിനുള്ള കോച്ചസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഖാർബാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്താണ്. ഖാർബാവിൽ വെച്ചാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ വീണ്ടും മെയിൻ ലൈനിന് പാരലായിട്ട് വരുന്നത്. ഈ WDFC എന്ന് പറയുന്ന സാധനം ആക്ച്വലി വൈത്തരണ സ്റ്റേഷൻ മുമ്പ് വെച്ച് തിരിഞ്ഞു പോകും. അത് നമ്മുടെ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഹംസഫറിലായിരുന്നു തോന്നുന്നു, മറ്റേ തിരുനെൽവേലി ഹംസഫർ വീഡിയോയിലായിരുന്നു തോന്നുന്നു കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് അല്ല എൻ്റെ ഇവിടെയാണ് വന്ന് കയറുന്നത്. ഒട്ടും തണുപ്പില്ലെന്ന് മാത്രമല്ല, രാവിലെ തന്നെ നല്ല ചൂട് തോന്നുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ജൂചന്ദ്ര സ്റ്റേഷനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ DFCക്ക് വേറെ സ്റ്റേഷൻസാണ്. ഇവിടെ ഈ സ്ട്രെച്ച് DFCCIL കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഓപ്പറേഷനിലാണെന്ന് തോന്നുന്നില്ല. DFC ആക്റ്റീവ് അല്ലെങ്കിൽ ട്രെയിൻ അതിൽ പോയാനെ. കാമൺ റോഡാണ്, കാമൺ റോഡ്. DFCക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇതാന്ന് തോന്നുന്നു ഖാർബാവ് റോഡ്. ഇതാന്ന് തോന്നുന്നു ഖാർബാവ്. അങ്ങനെ ഇവിടെയൊക്കെ ലൂപ്പ് ഇട്ടിട്ടുള്ളൂ, കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അവർ മറ്റേ മെയിൻ ലൈൻ മാത്രം കമ്മീഷൻ എന്ന് ഓൺ പേപ്പർ കമ്മീഷൻ ചെയ്തു. ഇലക്ട്രിഫിക്കേഷൻ പോലും കംപ്ലീറ്റ് അല്ല, വയർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ന്യൂ ഖാർബാവ് DFC സ്റ്റേഷൻ. അവിടെ നിന്നൊന്നും ആയിട്ടില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇത് ഇൻ്റർചേഞ്ചിനുള്ള ലൈനാണെന്ന് തോന്നുന്നുണ്ടോ ഈ കാണുന്നത്. DFC അടിയിൽ കൂടെ ഒരു ടണൽ പോലെ ഇവിടെ നമ്മൾ കടന്നു. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻ്റർചേഞ്ച് ലൈനാണ്. DFCന്ന് എക്സിറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇൻ്റർചേഞ്ച് ലൈൻ. ഒരെണ്ണം പാലം വഴി അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ടാവും. എന്താണോ സംഭവം. എന്താ സംഭവിച്ചതെന്നറിയില്ല. വണ്ടി നിർത്തി ഇപ്പോൾ എടുത്തു. മറ്റേ എമർജൻസി ഇതിൻ്റെ ഹോണൊന്നും അടിച്ചൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഡിപ്പാർച്ചറിന് മുമ്പ് സാധാരണ ഒരു ഹോൺ അടിച്ചിട്ട് വണ്ടി എടുത്തേ ഉള്ളൂ. ഇനി ആരെങ്കിലും മൃഗമോ എല്ലാം കുറുകെ ചാടിയതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മളിപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഖാർബാവ് സ്റ്റേഷനിലേക്ക് കയറുന്നത്. നേരത്തെ കണ്ടത് DFCയുടെ ഖാർബാവ് സ്റ്റേഷനാണ്. DFCയുടെ ഇലക്ട്രിസിറ്റി സബ് സ്റ്റേഷൻ തോന്നുന്നു.
ഹാർബാവ് വഴിയുള്ള റൺ ത്രൂ. ഒന്നും രണ്ടും ഒരേ ലൈനാട്ടോ. ഒരു ലൈനിൻ്റെ ഒരു സൈഡ് ഒന്നും ഒരു സൈഡ് രണ്ട്. എന്തിനാണ് യാത്രക്കാർ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. റെയിൽവേസിന് രണ്ടിനും ഒന്നിനങ്ങനെ നമ്പർ കൊടുത്താൽ പോലെ. നല്ല ചിലവന്മാർ ഒന്നിന് മറ്റേ ഒന്ന് എ എന്ന് കൊടുക്കും. എന്തിനാണത് കൺഫ്യൂസ് ചെയ്യുന്ന ആൾക്കാർ? കൃഷ്ണരാജപുരത്തിന് ലോക്കമായിരുന്നു ഷട്ട് ഡൗൺ ചെയ്തിരിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സാറിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1218 ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ചണ്ഡീഗഡിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾ കഴിഞ്ഞ പാട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. അടുത്ത പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, കാണാം. ഓക്കെ, എന്നാൽ അടുത്ത പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭിവണ്ടി റോഡ് സ്റ്റേഷനിലേക്ക് എത്താണ്. സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. പ്ലാറ്റ്ഫോം ലൈൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഇപ്പോൾ ഫ്രൈറ്റ് അട്ടിക്കട്ടിക്ക് നിരത്തി ഇട്ടിരിക്കുന്നുണ്ടോ? ഇപ്പുറത്തെ സൈഡിൽ 4, ഇപ്പുറത്തെ സൈഡിൽ 2 അപ്പുറത്തെ സൈഡിൽ 2. അപ്പുറത്ത് 2 G9 ഹോൾഡർ, ഇപ്പുറത്തെ എന്താണോ ഈ ആദ്യത്തത് സ്റ്റേബിൾഡാണ്. എനിക്ക് ഈ ലൂപ്പ് ലൈൻ റൺ ത്രൂ കിട്ടുമ്പോഴേ സമയം കുറേ നഷ്ടമാണ്. കാര്യം നമ്മൾ സ്പീഡ് കുറഞ്ഞ് ലൂപ്പ് ക്രോസ് ഓവർ പാസ് ചെയ്ത് ലൂപ്പിൽ കൂടെ ഓടി പിന്നെ വീണ്ടും ക്രോസ് ഓവർ പാസ് ചെയ്ത് ഭിവണ്ടി റോഡ് എത്തി. ഭിവണ്ടി റോഡ് സമയം 6:30 ആയിട്ടുള്ളൂ. നമ്മൾ അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് നമ്മളതിന് പിടിച്ചിടുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാര്യം ഹെഡ് ഓഫ് ഷെഡ്യൂൾ വണ്ടി ഓടി എത്തുന്ന റെയിൽവേസ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ലോക്കും പവർ ഓഫാണ്. കാൺപൂരിൻ്റെ 32268 ആണ് ഇപ്പുറത്ത്. അപ്പോൾ തുഗ്ലക്കാബാദിൻ്റെ 31719. മെയിൻ ലൈനിൽ ഒന്ന് സ്റ്റേബിൾ ചെയ്ത് വെച്ചിരിക്കുക ട്രെയിൻ. അടിപൊളി. JNPT ആട് ചിലപ്പോൾ ഫുള്ളായിരിക്കും, റിസീവ് ചെയ്യാൻ സ്ഥലമില്ലായിരിക്കും. ഇവിടെ താഴെ കൂടെ പൈപ്പ് ലൈൻ പോകുന്നതാണ്. നല്ല വലിയ പൈപ്പ് ലൈൻ പോകുന്നുണ്ടോ? ഒരാളെക്കാട്ടും പൊക്കമുള്ള പൈപ്പ് ലൈൻ ഉണ്ട്. ഇത് ആക്ച്വലി മുംബൈയിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പ് ലൈൻസാണ്. ഒന്നല്ല, ഇപ്പുറത്ത് ഇനിയുണ്ട്. ഇത് മുംബൈ നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നു. കാര്യം ഈ ഭിവണ്ടി ഇത് ഇതിനപ്പുറത്തോട്ടാണ് ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സസ് എല്ലാം. അപ്പോൾ അവിടുന്ന് ബോംബെ നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പ് ലൈൻസാണ് കാണുന്നത്. പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നുണ്ട്. പൈപ്പ് ലൈനാകട്ടെ, പാലത്തിൻ്റെ പേരിന് പൈപ്പ് ലൈനാണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നപ്പോൾ ഒന്നും ഫ്ലൈറ്റ് ക്രോസ് ചെയ്തില്ല. ഇപ്പോൾ പോയി. ഇത് ഉല്ലാസ് റിവർ എത്തി. അത്യാവശ്യം നീളമുള്ളൊരു പാലമാണ്.
വീണ്ടും മേഘങ്ങളുടെ പുറകിൽ പോയി ഒളിച്ച്. ട്രെയിൻ കടന്നിട്ടും ഈ സിഗ്നൽ എന്തുകൊണ്ട് മാറിയില്ല എന്നുള്ള ചോദ്യം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഇതൊരു പെർമിസീവ് സിഗ്നലാണ്. പെർമിസീവ് സിഗ്നൽ എന്ന് പറയുന്നത് ഇതിനടുത്ത സിഗ്നലിൻ്റെ ആസ്പെക്റ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവൻ കിടക്കുന്നത്. അടുത്ത സിഗ്നൽ റെഡായ ഇവൻ മഞ്ഞയാവും, അടുത്ത സിഗ്നൽ പച്ചയാണെങ്കിൽ ഇവൻ പച്ചയാവും. അപ്പോൾ അടുത്ത സിഗ്നലാണ് ശരിക്കുള്ള സ്റ്റോപ്പ് സിഗ്നൽ. അത് പാസ് ചെയ്യുമ്പോഴേ ഇവൻ്റെ ആസ്പെക്റ്റ് മാറും. കോപ്പർ സ്റ്റേഷൻ അപ്പർ ലെവൽ. മനസ്സിലാവാനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പർ ലെവൽ എന്ന് പറയുന്നുള്ളൂ. സ്റ്റേഷൻ അങ്ങനെ പേരില്ല കേട്ടോ. ഇതാണ് മെയിൻ ലൈൻ. നമ്മളിനി പാലം ഇറങ്ങി മെയിൻ ലൈന് പാരലായിട്ട് പോയി കയറും. നമ്മളിനി പയ്യെ റൈറ്റിലേക്ക് തിരിയും. ഈ DFC ലൈൻ നേരെ പോകും. ഇപ്പോൾ സെൻട്രൽ റെയിൽവേ ഒരു പുതിയ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് ഈ DFCക്ക് പാരലായിട്ട് തന്നെ നമ്മുടെ ഈ മെയിൻ ലൈനെ കൊണ്ടുപോകാൻ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാകുമ്പോൾ വസായി റോഡ് സൈഡിൽ നിന്ന് വരുന്ന ഈ മെയിൻ ലൈൻ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും ഇങ്ങനെ കറങ്ങി അങ്ങനെ പോയി ദാത്തിവലി വഴി കയറി വരേണ്ട ആവശ്യമില്ല. ദിവാക്കോട് വഴി പോയി ദാത്തിവലി വഴി കയറി വരേണ്ട ആവശ്യമില്ല. പകരം നേരെ ഇവിടുന്ന് അങ്ങനെ പോയി മീനജയ സ്റ്റേഷനിൽ പോയി കയറും. ഒരു പ്രപ്പോസൽ വെച്ചിട്ട്, പ്രപ്പോസൽ അല്ലാതെ അപ്രൂവ് ആയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. അതിൻ്റെ വർക്കിന് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ കാശ് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. DFC അവൻ്റെ വഴിക്കങ്ങ് പോയി. നമ്മൾ നമ്മുടെ വഴിക്ക് വലത്തോട്ടും കയറി. നമ്മളിനി താവട്ടിറങ്ങിപ്പോയി ദിവാക്കോട് ക്യാബിൻ വഴി കറങ്ങി ദാത്തിവലി വഴി കറങ്ങി തിരിച്ച് നിലചേരത്തുമ്പോഴേക്കും ഇവൻ നേരെ നിലചേരത്തും. മീൻ വേയിൽ നമ്മുടെ ഡോംബിവലി സൈഡിൽ കല്യാൺ സൈഡിൽ നിന്നുള്ള ലൈൻ വന്ന് ജോയിൻ ചെയ്തു. അതുവഴിയുള്ളൊരു യാത്ര കൂടെ നടക്കുന്നില്ല. കുറേ പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയാണ് രാജ്കോട്ട് കോയമ്പത്തൂർ എക്സ്പ്രസ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അതുവഴി യാത്ര ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് കാണുന്നതാണ് മെയിൻ ലൈന്. നമ്മൾ നേരത്തെ പാലത്തിന് മുകളിൽ കണ്ട മെയിൻ ലൈൻ, അതേ മെയിൻ ലൈനാണ്. നമ്മളിവിടെ ദിവാക്കോട് ക്യാബിനിൽ കുറച്ച് നേരം പിടിച്ചിടാൻ സാധ്യതയുണ്ട്. കാര്യം മഡ്ഗാവിലേക്കുള്ള തേജസ് എക്സ്പ്രസ് ഇതുവരെ ദിവ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദിവ പാസ് ചെയ്യുന്നവരെ നമ്മളിവിടെ കടത്താൻ സാധ്യതയുണ്ട്. ഞാൻ വിചാരിച്ചല്ലോ ഒരു മെയിൻ ലൈൻ ട്രെയിൻ കണ്ടത് എന്താണെന്ന്. 39122 റോയപ്പുറത്തിൻ്റെ മുംബൈ CSMT റാണി കമലാപതി ആയിരുന്നത്. ഒരു ഫ്ലൈറ്റ് കിടക്കുന്നത്. പിന്നെ എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും വന്നാൽ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. റൈറ്റ് സൈഡിലോട്ട് മെയിൻ ലൈൻസ് കാണാം. 6 ലൈൻസ് ഉണ്ട്. 2 സ്ലോ, 2 ഫസ്റ്റ്, 2 മെയിൻ. നമ്മൾ കുറച്ചധികം നേരം കിടന്നു കേട്ടോ ഇവിടെ. ഈ കിടന്നതിനിടയ്ക്ക് ലോക്കൽസ് 3-4 പോയി. ഒരു എക്സ്പ്രസ് 1-2 എക്സ്പ്രസ് പോയി. ഏതൊന്നും കാണാൻ പറ്റിയില്ല. കാര്യം നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഈ സാധനമുണ്ടോ, ഗ്യാപ്പ് കൂടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഭിലായിയുടെ ട്വിൻ വാഗ്നൈൻസ് ആണ്.
ആ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി ലെഫ്റ്റോട്ട് തിരിയുന്ന കാണാം. നമ്മളങ്ങനെ ടുവേർഡ്സ് പൻവേൽ തിരിയാണ്. ഇനിമേൽ ഇപ്പുറത്തുനിന്നൊരു സ്ലോ EMI ഉണ്ട് മുംബൈ CSTയിലോട്ടുള്ള. ഒരു എക്സ്പ്രസ് ട്രെയിനും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ വരുന്നുണ്ട്. ഒന്നും എത്തിയില്ല. ഒരു വാപ്സ് ആൻഡ് ഹോൾഡ് ട്രെയിനാണെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അജ്നിയുടെ ലോക്കമാണ്. ലോക്കോ നമ്പർ പോലും വായിക്കാൻ പറ്റില്ല. പഞ്ചാബ് മെയിലാണോ? പഞ്ചാബ് മെയിൽ എന്ന് പറയുമ്പോൾ ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്ന് വിട്ട വണ്ടിയാണ്. നമ്മളിന്നലെ ഉച്ചയ്ക്ക് വിട്ട വണ്ടിയാണ്. അവൻ ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. ഇതാണ് ദിവൻ വരുന്ന ലൈൻ, അറിയാലോ അല്ലേ? ബിലാസ്പൂരിന് 43345 വരുന്നത്. സൈഡിൽ ദിവൈന് വരുന്ന ലൈൻ കാണാം. ആ ലൈനാണ് ദിവൈന് വരുന്നത്. നമ്മുടെ നേത്രാവതിയൊക്കെ അതുവഴിയാണ് വരുന്നത്. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത നേത്രാവതി എക്സ്പ്രസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നിരിക്കുന്നു. അപ്പം നമ്മളങ്ങനെ ദാത്തിവലി സ്റ്റേഷനിലോട്ട് കയറുകയാണ്. അപ്പം നമ്മളങ്ങനെ ദാത്തിവലി കഴിഞ്ഞു. ഫ്രണ്ടിൽ തേജസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആംബറാണ് കിട്ടിയത്. എനിക്കൊന്ന് തേജസ്സിന് പുറകെ നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു ഫ്ലൈറ്റും കൂടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അവിടെ ആയിട്ട് നിങ്ങൾക്ക് DFC ലൈൻ വരുന്നത് കാണാം. കണ്ടോ? അതാണ് നമ്മുടെ DFC, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഈ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ നമ്മൾ കോപ്പറിൽ നിന്ന് വരുന്ന കണ്ടായിരുന്നല്ലോ, അവൻ ഇവിടെയാണ് വന്ന് കയറുന്നത്. നമ്മൾ ആ കിടന്ന് വട്ടം കറങ്ങി വന്നില്ല. വട്ടം കറങ്ങലൊക്കെ അവോയ്ഡ് ചെയ്ത് അവൻ നേരെ ഇവിടെ വന്ന് കയറി. അപ്പോൾ ഇപ്പോൾ പുതിയ ലൈൻ ഡെവലപ്പ് ചെയ്യുന്ന ഡബിൾ ലൈൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളും അങ്ങനെ തന്നെ നേരെ ഇങ്ങ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് DFC ലൈൻ വന്ന് കയറിയിരിക്കുന്നത്. ഇതേ അലൈൻമെൻറ്റിന് എക്സ്പ്രസ് ട്രെയിൻസ് കൊടുത്ത് തുടങ്ങും. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പം മിക്കവാറും ഈ തേജസ്സിൻ്റെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഈ കാണുന്ന ഇതൊരു ഇൻ്റർചേഞ്ച് ലൈനാണ്. ഈ പണിതിരിക്കുന്നത് ഒരു ഇൻ്റർചേഞ്ച് ലൈനാണ്. ഇത് നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകൾക്കുള്ള ലൈനല്ല. എക്സ്പ്രസ് ട്രെയിനുകളുടെ ലൈൻ പണിയാനുള്ള അപ്രൂവൽ ആയിട്ടേ ഉള്ളൂ. ഇനി പണി തുടങ്ങാൻ പോകുന്നുള്ളൂ വരെ. ഈ DFC ലൈൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഫുൾ ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അമൃത് ഭാരത് അലിപ്പൂർ ദ്വാർ പൻവേൽ അമൃത് ഭാരതാണിത്. ഇതിപ്പോൾ LTTയിലോട്ട് മെയിൻ്റനൻസിന് വേണ്ടി പോവാം. നീരജ് സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ
DFC-കാർക്ക് സ്വന്തമായിട്ട് ഒരു ആൽക്കോക്ക് ഉണ്ടല്ലോ ഇപ്പം. കുറച്ച് നേരമായിട്ട് പതുക്കെ ഉരുട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇവിടെയാണ് ന്യൂ നീളജെ സ്റ്റേഷൻ വരുന്നത്. അപ്പുറത്തെ ലൈനിൻ്റെ കണ്ടോ, 2 ലൈനിലുള്ള ഒരെണ്ണത്തിന് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഒരെണ്ണത്തിന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഒരെണ്ണത്തിന് വർക്ക് ഇപ്പോഴും നടക്കുന്നുള്ളൂ. ഇതാണ് ഇവരുടെ ടവർ വാഗൺ. അതിൽ ക്രെയിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ന്യൂ നീളജെ സ്റ്റേഷൻ. ന്യൂ നീളജെ എന്ന് പറയുന്നത് ഇവരുടെ നമ്മുടെ DFC-യുടെ സ്റ്റേഷനാണ്. സ്റ്റേഷൻ ഒന്നും ഫങ്ഷനിങ് ആയിട്ടില്ല. അരുപി മാർച്ച് 31 ഒരു ഫ്രൈറ്റ് ട്രെയിൻ ഇതൊരു ഓടിച്ച് കാണിച്ചായിരുന്നു, ഇലക്ട്രിഫൈഡ്. അതിനുവേണ്ടി ഒരു ലൈൻ അവർ ഇലക്ട്രിഫൈ ചെയ്തിട്ടുണ്ട്, മറ്റേ ലൈൻ അവർ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് തുടങ്ങിയെന്നേ ഉള്ളൂ. ഓപ്പോസിറ്റ് ലൈനിലൊരു മെമു ഉണ്ട്, ഞാൻ പിടിക്കാൻ പോകുന്നില്ല. ഇത് സ്റ്റേബിൾഡ് കണ്ടെയ്നർ വയ്ക്കാം. നമ്മുടെ ഫ്രണ്ടിൽ ഇത് കൂടാതെ ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. അവനെ പിടിച്ചിടാൻ എവിടെയും ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. तलोजे थे तलोजा तलोजे पंचनल्स. സമയം 7:30, നമ്മൾ ലേറ്റാ. ആ മുകളിൽ കൂടെ പോകുന്ന ഗാർഡർ കാണുന്നത് നവി മുംബൈ മെട്രോ ലൈനിൻ്റെയാണ്. സാബർമതിയുടെ 60502 കിടക്കുന്നു. ഷട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കുക, ക്രൂ ഇല്ല. ഈ കാണുന്ന തലോജ സ്റ്റേഷനാണ് നവി മുംബൈ മെട്രോൻ്റെ. ഇവിടെ എങ്ങാണ്ടാണ് അത് അവരെ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട് പാലത്തിനോട്ട്. അവിടെ എങ്ങാണ്ടാണ് അവരെ ഡിപ്പോ ഉള്ളത്, കാർ ഷെഡ്. ചൈനീസ് ബിൽഡ് ട്രെയിൻസ് CRRC എന്നോ മറ്റാണ് അവർ മേടിച്ചിരിക്കുന്നത്. ആംബർ സിഗ്നലാണ് ചെറുപ്പതാണ്, അതാണ് ഈ പതുക്കെ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫ്രണ്ട് ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. അതിന് അവിടെയെങ്കിലും ഒതുക്കിയില്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ പോകണം. ഇതുവരെ എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പന്നലവർ വിടാനാണ് സാധ്യത. അവർ കലമ്പുളി ഗുഡ്സ് യാർഡിലേക്ക് പോകുന്ന ലൈൻ കാണുന്നത്. ആ
അത്യാവശ്യം വലിയൊരു കുടിശ്ശിയായിട്ടാണ്. കാര്യം ഈ സൈഡിൽ കലമ്പുള്ളി ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാണ്. JSW സ്റ്റീൽ കോയിൽസ്. കലമ്പുള്ളിയുടെ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് പണിതിനായിട്ട് ഇതൊരു കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇനി കുറച്ച് കാലത്തേക്ക് നമ്മുടെ ചാനലിൽ കൊങ്കൺ റെയിൽവേ വീഡിയോസൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ചറപറന്ന് കുറേ KRCL വീഡിയോസ് വന്നു. അതുകൊണ്ട് ഇനി എന്തായാലും കുറച്ച് കാലത്തേക്ക് മൺസൂണിൽ ഞാൻ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ലാണ്ട് വേറെ ട്രിപ്സൊന്നുമില്ല. ഇത് WCAM2 ഇറക്കുന്നു. WCAM2 മിക്കവാറും എല്ലാം സ്ക്രാപ്പായി. 21868 ആയിരുന്നു അത്. മിക്കവാറും WCAM2s എല്ലാം സ്ക്രാപ്പായി. ഈ മോളിൽ കൂടെ പോകുന്നതാണ് DFCയുടെ പാലം. രണ്ട് പാലവും കംപ്ലീറ്റ് ചെയ്തു, രണ്ട് പാലവും പ്ലേസ് ചെയ്തു. കാര്യം രണ്ട് ലൈനിൽ കൂടെ ഒരു ട്രെയിൻ ഓടിച്ച് കാണിച്ചായിരുന്നു മാർച്ച് 31-ന്. WDFCയിൽ ട്രെയിൻ ഓടിച്ചത് അങ്ങനെ ഇനിയൊരു 3-4 മാസം എന്തായാലും പിടിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം അങ്ങനെ പൻവേൽ ഹോമെത്തി. പൻവേൽ ഹോമിൽ നിർത്തിയില്ല, നല്ലോണം സ്ലോ ഡൗൺ ചെയ്തു. എനിക്ക് വേണ്ടി സ്പീഡ് പിടിച്ചു. ഈ റൈറ്റ് സൈഡിലുള്ള 2 നമ്മുടെ DFC ലൈൻസ്. ലൈനൊക്കെ ചെയ്തു, ഒരെണ്ണത്തിന് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ, മറ്റേ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇവിടെ അത്രേ ഉള്ളൂ. DFCയുടെ സ്വന്തം ടാമ്പിംഗ് മെഷീനൊക്കെ കിടക്കുന്നുണ്ട്. ഡൈനാമിക് ടാമ്പിംഗ് എക്സ്പ്രസ്, ബ്ലാസ്റ്റർ ഇന്ത്യ. പൻവേലിലേക്ക് ഒരു EMU വരുന്നു. കൂടെ ഇറങ്ങി പോകുന്നതാണ് DFC ലൈൻ. താന്ന് പോകുന്നതാണ് DFC ലൈൻ. ആറിലേക്കാണ് കേട്ടോ. 7 ഇന്നലെ തീരണമായിരുന്നു. നമ്പർ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഡോറൊക്കെ പാക്ഡ്, ഒത്തിരി പേര് ഇറങ്ങാനുണ്ട്. പ്ലാറ്റ്ഫോം എൻട്രി എന്തായാലും കിട്ടില്ല. പൻവേലിൽ പ്ലാറ്റ്ഫോം എൻട്രി ഒരുപാട് ദിവസം കാണിച്ചിട്ടുള്ളതാണെന്നുള്ളത് സമാധാനിക്കാം. കല്യാൺ ട്വിൻ WDG 4D. നമ്മളങ്ങനെ പൻവേലിലേക്ക് എത്തണം. അപ്പോൾ 7:56 നമ്മൾ പൻവേലിലെത്തി. 7:56 എന്ന് പറയുമ്പോൾ നമ്മൾ 29 മിനിറ്റ് ലേറ്റാണ്. അത്യാവശ്യം നല്ലോണം സമയം പോയി ബസ് റോഡ് കഴിഞ്ഞിട്ട്. ബസ് റോഡിൽ ആകെ 4 മിനിറ്റായിരുന്നു ലേറ്റ്. അത് ഇഷ്ടംപോലെ സമയം പോയി, നമ്മൾ ലേറ്റായി. വാട്ടർ ബോട്ടിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെർമിനൽ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് പുരോഗമിക്കുന്നുണ്ട്. പെട്ടെന്ന് പണി തീർന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടി.
നമ്മുടെ കോച്ചിലേക്ക് കയറാൻ ഇനി ആളുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞില്ല ആൾക്കാർ, ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആൾക്കാർ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണമല്ലോ കയറാൻ. അപ്പം അങ്ങനെ 8:04 പൻവേലിൽ നിന്ന് എടുത്തു. വടാപ്പാവ് വരും. സമോസ എനിക്ക് മേടിച്ചാണ്. എനിക്ക് ഇവിടുത്തെ സമോസ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ അതായത് ഞാൻ 9 പഠിക്കുമ്പോഴാണ് ബോംബെയിലേക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏർലി അഡൾട്ട്ഹുഡ് മൊത്തം ചിലവഴിച്ചത് ഞാൻ മുംബൈയിൽ വരുന്നത്. ELKP ഖടഗ്പൂറാണ് തോന്നുന്നു ഷെഡ്. ELKP എന്ന് പറയുമ്പോൾ ഖടഗ്പൂറാണ് തോന്നുന്നത്. ELKPയുടെ ട്വിൻ ബാക്ക് സെവൻസ് ആയിരുന്നു അതിൻ്റെ ഇത്. ഖരഗ്പൂർ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ പൻവേലിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കർജത്തിലേക്കുള്ള ലൈന്. ഇതിനപ്പുറത്താണ് പുതിയ ടെർമിനസ് ബിൽഡിംഗ് വരുന്നത്. അവിടെ അതിൻ്റെ റൂഫിനുള്ള സ്ട്രക്ചേഴ്സൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ എനിക്ക് തോന്നുന്നു 3 പ്ലാറ്റ്ഫോമാണ് തോന്നുന്നു വരുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ്. ഇതാണ് എല്ലാ പ്രാവശ്യം കാണിക്കുന്നത്. ഇപ്രാവശ്യം തന്നെ കാണിക്കുന്നത്. ഇവിടെ കല്യാണിൻ്റെ ഒരു ആപ്സാണ് ഇന്നത്തെ സ്പെയറിലോപ്പ്. ഈ കർജത്ത് പൻവേൽ സബർബൻ കോറിഡോറിലും ഒരു ഇലക്ട്രിഫിക്കേഷൻ്റെ ഇത് ചെയ്തു തുടങ്ങി. ട്യൂബ്സൊക്കെ വന്നു കഴിഞ്ഞു, ബ്രാക്കറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു. വയറ് വലിക്കലാണ് ബാക്കിയുള്ളത്. ഇതിന് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാർഡേഴ്സിൻ്റെ ഒക്കെ. JNPT സൈഡിൽ നിന്ന് ഒരു വാക് 12B ഹോൾഡ് കണ്ടെയ്നർ ഇങ്ങോട്ട് കയറാൻ കാത്തുന്നുണ്ട്. ആണ് ലോക്കോ. ഇവിടെയും ഈ ഗാർഡൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് കർജത്ത് ലൈനിൻ്റെ. पोहा खाइए, वेज पोहा। नाश्ता ब्रेकफास्ट। അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് 2 ഐറ്റം മേടിച്ചു. ഇന്ന് പോഹയും കട്ട്ലറ്റും. വേറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളന്ന് നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സബ്ജിയും ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ 2 ഐറ്റം മാത്രമേ വന്നുള്ളൂ. പോഹ ഉണ്ട്. ഇത് പോഹയും കട്ട്ലറ്റ് ഇതൊക്കെയാണുള്ളത്. കഴിച്ചു നോക്കിയിട്ട് പറയാനുണ്ട്. ഇതിനകത്ത് 2 സ്ലൈസ് ബ്രെഡും 2 ചെറിയ ഓംലെറ്റും ഉണ്ട്. അല്ല, കട്ട്ലറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റും എടുത്ത് ഞാൻ തിരിച്ച് ഡോറിലേക്ക് എത്തി. നമ്മളിപ്പോൾ ഏകദേശം റോഹ സ്റ്റേഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട്. സമയം ഇപ്പോൾ 9:03 ആയിട്ടേ ഉള്ളൂ. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. റോഹയിൽ നിന്ന് 9:22 പുറപ്പെടുള്ളൂ. റോഹയിൽ പണ്ട് കമേഴ്ഷ്യൽ ഹോൾട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വെച്ചാൽ മതിയായിരുന്നു അവർക്ക്. പിന്നെ വണ്ടിക്ക് നേരത്തെ വന്നാൽ നേരത്തെ പോകാമായിരുന്നു. നമ്മുടെ മുന്നിലായിട്ട് ദിവാ സാവന്ത്വാടി റോഡ് എക്സ്പ്രസ് പോയിട്ടുണ്ട്. അതിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. പക്ഷെ ഇവിടെ വെച്ച് എന്തായാലും ചെയ്യുന്നില്ല. അത് പോയി കഴിഞ്ഞു നമ്മളതിനെ ഓവർടേക്ക് ചെയ്യും പിന്നീട്. റോഹ സ്റ്റേഷൻ്റെ റണ്ണിങ് റൂമാണെന്ന് തോന്നുന്നു. അതിന് ഇപ്പുറത്തായിട്ട് മറ്റേ ഒരു ഓപ്പൺ എയർ ജിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
നല്ലതാട്ടോ ഇങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് സത്യം പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്രൂവിന് കൊടുക്കണം. അവർ മനുഷ്യരല്ലേ. ഇവിടെ നമുക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വണ്ടിയിൽ കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ചാർജ് എടുക്കും. നമ്മുടെ ട്രെയിനിൽ രാവിലെ പോഹയും കട്ട്ലറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇഡ്ഡലി വന്നിട്ട് തുടങ്ങി. എവിടെ കയറാനുള്ള ട്രെയിൻ മാനേജർ വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ട്രെയിനിൽ. കൊങ്കൺ റെയിൽവേയുടെ സ്റ്റാഫാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ 9:07 നമ്മൾ റോഹയിലെത്തി. 9:06 വന്നായിരുന്നു. 9:07 നിന്നിട്ടുണ്ടാവും. നമ്മൾ 9:22 പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റോളം ഇവിടെ ഹോൾട്ട് ഉണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മുടെ ട്രെയിൻ. പ്ലാറ്റ്ഫോമിൻ്റെ ഷെൽട്ടർ വർക്ക് നടക്കുക. കൃത്യം 9:20 നമ്മളങ്ങനെ റോഹയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ കേരളയ്ക്ക് വരുന്ന ഒരുവിധം ട്രെയിനുകൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഹോൾട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് എല്ലാ വണ്ടിയുടെ നോൺ സ്റ്റോപ്പ് പോകുമായിരുന്നു. ഇപ്പോൾ കുറേ വണ്ടികൾക്ക് ഇവിടെ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്. ക്രൂ ചേഞ്ചും ചെയ്ത് ഹോൾട്ടും ഇത് ചെയ്ത് പോവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഇടുന്ന സമയത്ത് വണ്ടി നേരത്തെ പോകാൻ പറ്റില്ല. പിന്നെ അവിടെ കിടക്കണം ഇത് തീരുന്ന വരെ. പിന്നെ തന്നെ നമ്മളിവിടെ എത്ര നേരം കിടന്നു? 16 മിനിറ്റോടെ ഇവിടെ കിടന്നു. അങ്ങനെ റോഹയെ നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. കൊങ്കൺ റെയിൽവേയുടെ രത്നഗിരി റീജിയനിലേക്ക് നമ്മൾ ഇവിടുന്ന് പ്രവേശിക്കുകയാണ്. വെൽക്കം ടു കൊങ്കൺ റെയിൽവേ. ഈ പാറകളുടെ ഇടയിൽ കൂടെ ഒരു മനോഹരമായ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. നമുക്കിനി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്രോസിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ക്രോസിംഗ് നമ്മുടെ രത്നഗിരി ദിവ പാസഞ്ചറാണ്. അതാണ് നമുക്ക് കിട്ടാനുള്ള ഫസ്റ്റ് ക്രോസിംഗ്. അത് അധികം സമയം എടുക്കില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മളതിനെ ക്രോസ് ചെയ്യും. അങ്ങനെ കൊങ്കൺ റെയിൽവേയിൽ ആദ്യ സ്റ്റേഷൻ കോലാട് എത്തി. ഇവിടെ നിന്നാണ് റോറോ സർവീസ് തുടങ്ങുന്നത്. ഇന്നൊരു റോറോയുടെ ലോഡിങ് നടക്കുന്നുണ്ട്. പിടിച്ചില്ല. നമ്മൾ മാൻഗാവ് സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. മാൻഗാവിൽ വെച്ച് നമ്മൾ മറ്റേ സാവന്തവാടി റോഡ് എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അറിയില്ല കേട്ടോ. കൊങ്കൺ റെയിൽവേ ആണ്ട് ചിലപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ വിട്ടിട്ടും ഉണ്ടാവും. നമുക്ക് ഡബിൾ ആമ്പറാണ്. നമ്മൾ ജസ്റ്റ് മാൻഗാവ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അപ്പുറത്തെ സൈഡിൽ ഭയങ്കര വെയിലാണ്. ഇപ്പുറത്തോട്ട് മാറിയതാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടിയിരുന്ന സാവന്തവാടി റോഡ് എക്സ്പ്രസ് ഇവിടുന്ന് പോയി. അത് അടുത്ത സ്റ്റേഷൻ എത്താറായി. അത് ഗോരേഗാവ് റോഡ് എത്താറായി. എനിക്കൊന്ന് അവനെ അങ്ങ് ഫ്രണ്ടിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. വീര് വരെ വീരെത്തിയിട്ട് നല്ല സർക്കസം കളിക്കാനാണ് സാധ്യത ആണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് മാൻഗാവ്. ഇവിടെ ഇപ്പോൾ അധികം താമസിയാതെ രത്നഗിരി ദിവ പാസഞ്ചർ വരും. അധികം താമസിയാതല്ല. അവനെ നമ്മൾ ഏകദേശം വീരിൽ വെച്ച് ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ അവന് വേണ്ടിയുള്ള യാത്രക്കാരാണ് ഇവിടെ വെയിറ്റിങ്. ഇതാണ് ഇപ്പോഴത്തെ സൈഡിലുള്ള പ്ലാറ്റ്ഫോം. ചെറിയ പ്ലാറ്റ്ഫോം എന്നുള്ളതുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇവിടെ മത്സ്യഗന്ധ എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് ലോങ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ മാൻഗാവിൽ നിന്ന് പുറപ്പെട്ടു.
അത്യാവശ്യം നല്ലോണം ആൾക്കാർ കയറാൻ ഉണ്ട് വണ്ടിക്ക്. ഇതൊരു DTC ഒന്ന് റെഡി ആവുന്നുണ്ട് ഇവിടെ പണിയെടുക്കാൻ പോകാൻ. സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം അതിനകത്ത്. കൊങ്കൺ റെയിൽവേയിൽ മെല്ലെ മലകളൊക്കെ കണ്ടു തുടങ്ങി. പക്ഷെ ടണലാവാറായില്ല. ടണൽ നമുക്ക് വീര് മുതലാണ്. വീരിലൊക്കെ എത്താൻ ഇനിയും കുറച്ച് സമയമുണ്ട്. നമ്മൾ വീരിലേക്ക് എത്തുകയാണ്. നമുക്ക് ഹോം സിഗ്നൽ ആംബറാന്ന് തോന്നുന്നു. മറ്റേനവന്മാർ ഇവിടുന്ന് ഫ്രണ്ട് ഗേറ്റ് വിട്ടു എന്ന് തോന്നുന്നു. എന്താണ് അവന്മാരുടെ ഉദ്ദേശം? ഇതാ നമ്മുടെ രത്നഗിരി ദിവ പാസഞ്ചർ ഇറങ്ങി വരുന്നു. RAP 7 ആണ് ഇപ്പോൾ പാസഞ്ചറിനൊക്കെ. കല്യാണിൻ്റെ 4500 അല്ല 4500. അപ്പുറത്തെ സൈഡിൽ ദിവ സാവന്തോടി കിടക്കുന്നുണ്ടാവണം. ഉണ്ട്. ഇവനും വാപ്സാൻ തന്നെ ആയിരിക്കും. കാര്യം LHB റേക്കുകളായതുകൊണ്ട് ഇരുപത് മൊത്തം വാപ്സാണ് ഉപയോഗിക്കുന്നത്. അല്ല, ഇവനിന്ന് വാപ്പ് 4 2282 ഉത്സാവൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ വീർ സ്റ്റേഷൻ കിടന്നു. അല്പം മുമ്പിലായിട്ട് നമ്മൾ ആദ്യത്തെ ടണലിലേക്ക് കയറും. ടണലുകളുടെ രാജ്യമായ കൊങ്കൺ റെയിൽവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അങ്ങോട്ട് ടണലോട് ടണലാണ്. ടണലുകളും പുഴകളും പാലങ്ങളും. ഹായ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്രോസിംഗ് വരുമ്പോൾ കാണാം. കാറ്റിന് നല്ല ചൂടായി തുടങ്ങി. ഇതിപ്പോൾ ഖേഡ് സ്റ്റേഷൻ ആയിരിക്കണം. ഖേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്ന മംഗള എക്സ്പ്രസിനെ ക്രോസ് ചെയ്യും. ജഗ്ബുടി നദി. ഇതാണ് ഖേഡ് സ്റ്റേഷൻ. ഞാൻ കുറച്ച് നേരത്തെ നമ്മുടെ വേരസ്മ ട്രെയിനിൻ്റെ വെച്ച് നമ്മുടെ ക്രോസിങ്ങിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മുടെ യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തിനകത്ത് യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ്. അതിന് നമ്മൾ റോഹയ്ക്ക് അടുത്ത് വെച്ച ക്രോസ് ചെയ്തത്. മിസ്സായിപ്പോയി നമുക്കത്. ഞാനത് ഓർത്തില്ല സത്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റോഹ സ്റ്റേഷൻ എത്തുമ്പോഴേ ഞാൻ പുറത്തേക്ക് വന്നിട്ടായിരുന്നു. അതിന് തൊട്ടുമ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഖേഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മംഗള എക്സ്പ്രസിന് വേണ്ടി. അപ്പുറത്ത് മംഗള എക്സ്പ്രസ് ഓൾറെഡി കയറി വരുന്നത് കാണാം. മംഗളയ്ക്ക് ഇവിടെ നിന്ന് ഒരുപാട് പേര് കയറാറുണ്ട് കേട്ടോ. ഇവിടെ മഹാരാഷ്ട്രയിലെ ഇവിടെ കൊങ്കൺ റെയിൽവേയിൽ RPF അല്ല കേട്ടോ സ്റ്റേഷൻസിൽ. സ്റ്റേറ്റ് പോലീസിനെ ഇന്നൊരു വിങ്ങാണ് തോന്നുന്നത്. സ്റ്റേറ്റ് പോലീസിൻ്റെ ലോഗോ അല്ല, ഇത് വേറെന്തോ ലോഗോയാണ്. റോയപുരത്തിന് 37009 ആണ് ഇന്നത്തെ ലോഗോ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്
എറണാകുളം ടു ഹസ്രത്ത് നിസാമുദ്ദീൻ 12617 ആണ് ഈ കയറി വരുന്നത്. ജനറലൊക്കെ ഇപ്പോഴേ പാക്ഡ് ആകണ്ട. ജനറലിനൊക്കെ തിരക്ക് കണ്ടോ? ഇനി ഒരു മില്ലിമീറ്റർ പോലും സ്ഥലം ബാക്കിയില്ല. അപ്പം നമ്മളങ്ങനെ ഖേടുന്ന ക്രോസിങ് കഴിഞ്ഞ് വിട്ടു. ഇതെന്താണോ സംഭവം? ഈ വെള്ളപ്പൊടി പോലത്തെ ഒരു സാധനം മാസ്റ്റർ പാരീസിനെ പറ്റി ഇതുവല്ലോ ആണോ സംഭവം? അറിയില്ല. ജീവൻ സോൾട്ട്, ജിപ്സം സോൾട്ടാണ്. ആഞ്ജനി സ്റ്റേഷൻ ഹോം സിഗ്നലാണ്. നമുക്ക് ആംബർ ആയിരുന്നു തോന്നുന്നു. കണ്ടിട്ട് നമ്മൾ ലെഫ്റ്റ് ലൂപ്പിലോട്ട് കയറുന്ന പോലെ ഉണ്ട്. അതിന് മുമ്പിലത്തെ സിഗ്നൽ ഡബിൾ ആംബർ ആയിരുന്നു, അതായത് അറ്റൻഷൻ ആയിരുന്നു. ഇത് കോഷൻ ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് ലൂപ്പിലോട്ട് കയറുകയാണ് ആസ് എക്സ്പെക്റ്റഡ്. നമ്മളിവിടെ വെച്ച് തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം. അഞ്ചണി നമ്മൾ പ്ലാറ്റ്ഫോം വരെ എത്തിയില്ല. പ്ലാറ്റ്ഫോമിന് മുമ്പേ നമ്മൾ നിന്നു. നമ്മുടെ കോച്ച് നമ്മൾ ഏറ്റവും പുറകിലാണ്. അത് ചെറിയ പ്ലാറ്റ്ഫോമാണ്, പാസഞ്ചർ ട്രെയിനുകൾക്ക് വേണ്ടിയുള്ളതാണ്. Three 9009. It's our ക്ലാസ് പറക്കലാണ്. നമുക്കിനി കുറച്ചധികം ക്രോസിങ്സ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ചിപ്പിലോട്ട് റൺ ത്രൂ കാണിക്കാൻ വേണ്ടി നിന്നാണ്. ചിപ്പിലൂണിൽ വടപ്പാവ് അടിപൊളിയാണ്, പക്ഷെ നമുക്കിന്ന് പച്ചയാണ്. നമ്മളിപ്പോൾ ത്രൂ റൺ അടിക്കും. മെയിൻ ലൈൻ വഴി റൺ അടിക്കും. ഇപ്പോൾ യാത്രക്കാർ മിക്കവാറും ഇനി വരാൻ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിനെ കാത്തിരിക്കുന്നവരാ. നേത്രാവതി എക്സ്പ്രസ് രത്നഗിരി വിട്ടിട്ടേ ഉള്ളൂ. 75 കിലോമീറ്റർ അകലെയാണ്. ഭയങ്കര ചൂട്. അപ്പോൾ നമ്മളങ്ങനെ സംഗമേശ്വർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒന്ന് നിന്നിരിക്കുകയാണ്. രത്നഗിരി നേത്രാവതി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനാണെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ 11:58. എത്തി. 37871 മറ്റേ ലോക്കൽ നമ്പർ. ഈ കണ്ടെയ്നറൊക്കെ ഇവിടെ സ്റ്റേബിൾഡ് ആണ്. 33730 വട്ടുവേട്. നമ്മളങ്ങനെ സംഗമേശ്വർ റോഡ് സ്റ്റേഷനിൽ പുറപ്പെട്ടു. നമുക്കിതൊന്നും ഹോൾട്ട് ഉണ്ടാകുന്നില്ല. നമുക്കിനി ഹോൾട്ട് രത്നഗിരിയിലേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുറച്ച് നേരം ആയല്ലോ. വിശന്ന് തുടങ്ങിയായിരുന്നു. ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ പാൻട്രിക്കാരൻ വന്നു ഫുഡും കൊണ്ട്. ലഞ്ച് വന്നു. 12:15 എപ്പോഴും ലഞ്ച് വന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൽ പതിപോലെ ഒരു പനീർ കറി ഉണ്ട്,
ചന മസാലയ്ക്കകത്ത് പനീർ ഇട്ടിരിക്കാൻ തോന്നുന്നു. അതെ, സംഭവം ഒരു ആലു സബ്ജി ഉണ്ട്, ദാലുണ്ട്, ചോറുണ്ട്, 3 ചപ്പാത്തി ഉണ്ട്, സലാഡുണ്ട്, ഗുലാബ് ജാമുണ്ട്. ഫുഡ് കഴിച്ചാലോ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കുക്ഷി സ്റ്റേഷനിൽ വണ്ടി ക്രോസിങ്ങിന് കിടന്നിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ച് അടിച്ച് പറിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ക്രോസിങ് കഴിഞ്ഞ് വണ്ടി പോയി. ഫ്ലൈറ്റായിരുന്നു. നമ്മൾ കറക്റ്റ് ടണലിനകത്ത് കിടന്നു, കുക്ഷി 2 ടണലിനകത്ത്. ഇത്രയും നേരം ടണലിനകത്തായിരുന്നു ട്രെയിൻ കിടന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചു കിടന്നിട്ടുണ്ടായിരുന്നു. ഈ ടണലിനകത്തുനിന്ന് ഒരു പ്രാവശ്യം ക്രോസിങ് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നതിനുള്ള അവസരം വന്നായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ച് തീർക്കാൻ ഇറങ്ങി വരാനും പറ്റില്ല, അപ്പുറ പുറത്തല്ലേ. ലോറാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇറങ്ങി വന്നേ. അപ്പുറ പുറത്തായതുകൊണ്ട് കഴിച്ച് തീർക്കാൻ ഇറങ്ങി വരാൻ പറ്റില്ല. വണ്ടി ഉക്ഷീന്ന് വിട്ടിട്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടി. നമ്മൾ ഉക്ഷി കഴിഞ്ഞിട്ട് ഭോക്കെ സ്റ്റേഷനിൽ നിർത്തി ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോയില്ല, നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇതൊന്ന് ഉറങ്ങി. അതുകൊണ്ട് എൻ്റെ നല്ല ഫ്രഷായിട്ട് തോന്നുന്നു. നമ്മൾ രത്നഗിരി സ്റ്റേഷനോട് കയറുന്നു. നമ്മൾ സാവന്തവാടി ദിവ എക്സ്പ്രസ് ഇവിടെ എക്സ്പെക്റ്റഡാണ്. കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1:28 രത്നഗിരി എത്തി. അപ്പുറത്ത് മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്കിത് കാണാൻ പറ്റില്ല, നമ്മുടെ വണ്ടി കാണാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് നമ്മുടെ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചിട്ടൊക്കെ പോകും. ഇപ്പോൾ രത്നഗിരി ഹാപ്പൂസ് വന്നിട്ടുണ്ട്. ഹാപ്പൂസ് നല്ല വില ആയിരിക്കും. നമ്മളിവിടെ പോസ്റ്റാക്കി നമ്മളിവിടെ കിടക്കുകയാണ്. രാജധാനി എക്സ്പ്രസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. രാജധാനി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നതാണ് അനൗൺസ്മെൻറ്റ് വന്നു. മറ്റേ സാവന്തവാടി ദിവ വന്നുപോയി, കാണാൻ പറ്റിയില്ല. കാര്യം അപ്പുറത്തെല്ലാം ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്, അതും രാജധാനി വരുന്നുണ്ട്, അതും കാണാൻ പറ്റില്ല അപ്പുറത്തെ ഫ്ലൈറ്റ് കാരണം. അതിന് അതേസമയം ബോംബെ നിന്നുള്ള മാണ്ഡവി എക്സ്പ്രസ് ഇപ്പോൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പ്ലാറ്റ്ഫോം നമ്പർ 3 പോകും. നമ്മൾ ആദ്യം പോകുള്ളൂ, അവിടെ കിടക്കും, എന്നാലും അതും കാണാൻ പറ്റില്ല. രാജധാനി എക്സ്പ്രസ് എത്തി. चलने को तैयार है എന്ന് പറഞ്ഞു. സ്റ്റാർട്ടറായി, ഡബിൾ ആംബർ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറപ്പെടും. ഇവിടെ മാമ്പഴമുണ്ട്, അത് ഞാൻ വില ചോദിക്കാൻ മറന്നുപോയി. എന്തായാലും കൊണ്ടുപോകാൻ എനിക്ക് വഴിയൊന്നുമില്ല. എൻ്റെ ഓൾറെഡി ഇഷ്ടംപോലെ ലഗേജ് ഉണ്ട്. ഇപ്പോൾ ഒരു മാമ്പഴത്തിൻ്റെ പെട്ടിയും കൂടി ചുമക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വില ചോദിക്കാൻ പോയില്ല. ഇവിടെ പ്ലാറ്റ്ഫോം നല്ല വലുപ്പം വരും കേട്ടോ. പാർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ കണ്ടീഷനിലായിട്ടും കൂടി അവർ ടെമ്പററി കോച്ച് പൊസിഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ. അതായത് കണ്ടതാ, ഇതൊരു കുഞ്ഞ് കഷ്ണം കമ്പി വെച്ച് കമ്പി കെട്ടി തൂക്കിയൊക്കെ ഇട്ടിരിക്കുന്നത്. അത്രയും ചെയ്യണം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇതില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഡിവിഷൻ നമ്മൾ കംപ്ലയിൻ്റ് എടുത്തപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. അതാണ് വ്യത്യാസം. ഒരു ഹോം ഗാർഡുമാരാട്ടോ ഈ കാക്കിക്കാർ. അവരാണ് കൊങ്കൺ റെയിൽവേയിലെ എല്ലാ സ്റ്റേഷനുകളിലും ഇപ്പോൾ സെക്യൂരിറ്റി.
ഇപ്പുറത്തെ സൈഡിൽ കൃഷ്ണരാജപുരത്തിനൊരു WAG9 ആയിരുന്നു NMG റേക്കിൻ്റെ ഹെഡ്. മാണ്ഡവി എത്തും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വണ്ടി ഇത് എത്തിയിട്ടില്ല. നമ്മളങ്ങനെ രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ഓപ്പോസിറ്റ് മാണ്ഡവി അതിന് താമസിച്ചത് ക്രോസ് ചെയ്യും. ഓപ്പോസിറ്റ് മാണ്ഡവി എനിക്ക് തോന്നുന്നു നമ്മൾ നിവാസറിൽ വല്ലതും വെച്ച് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളങ്ങനെ നിവാസർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്രോസിങ്ങിന് നിർത്തിയിരിക്കുകയാണ്. വളവുള്ള സ്റ്റേഷൻ അറിയാലോ ഇല്ലേ, നിവാസർ. മാണ്ഡവി എക്സ്പ്രസ് ആണ് 3766. സമയം 3:58. നമ്മൾ കൺകവലി സ്റ്റേഷനിൽ കിടക്കുകയാണ്. കൺകവലി സ്റ്റേഷൻ്റെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഒന്ന് കിടക്കുന്നത്. നമ്മളിവിടെ വന്നിട്ട് എത്ര നേരം എനിക്കറിയില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ഞാനൊരു 2:45 മറ്റേ ലാസ്റ്റ് മാണ്ഡവിയുടെ ക്രോസിങ് കഴിഞ്ഞിട്ട് പോയി കിടന്നതാണ്. 2:35 ആയിരിക്കും കിടന്നത്. അതിനുള്ള സൂപ്പറായിട്ട് ഉറങ്ങി. ഇതാണ് അവസ്ഥ. എന്ത് ക്രോസിങ് ഞാൻ ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്ന് കിട്ടിയ ക്രോസിങ് എല്ലാം ഇങ്ങനെയാണ്. എന്താണോ എന്ന് കോമൺ ട്രെയിനിൽ നമ്മളോട് ഇത്ര വിരോധം കാണിക്കുന്നത്. മടങ്ങാവ് ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ് ആണ്. അനൗൺസ്മെൻറ്റ് എനിക്കിപ്പോൾ കേൾക്കാം. അത് കൺകവലി സ്റ്റേഷനിൽ നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല. എനിക്കൊന്നും വന്ദേ ഭാരത്തും കൂടെ വന്നിട്ട് വിടാൻ സാധ്യതയുള്ളൂ. വന്ദേ ഭാരത് 2 സ്റ്റേഷൻ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഒരു 18 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. മിക്കവാറും അവനും കൂടി ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടേ നമ്മളെ വിടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വന്ദേ ഭാരത്തിൻ്റെ ക്രോസിങ് നമുക്ക് മിസ്സാവും. എന്താണോ ഇങ്ങനൊരു വിധി. അപ്പോൾ അവിടുന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി വരുന്നത് എനിക്ക് കാണാം. പക്ഷേ ഷോർട്ട് റേ കണ്ട് ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോം ഓടില്ലായിരിക്കും അത്. അങ്ങനെ വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി വന്നു. ഇനിയിപ്പോൾ നമുക്ക് പുറപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആണ് ഗഡ് നദി. ഫുള്ള് പാറയാണ്. ഇതിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളം കാണാൻ പറ്റും. ഇത്ര ഉള്ള ഒരു നദിയാണ്. മഴക്കാലത്ത് ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. നമ്മുടെ ഈ ഒരു സീസണിലെ ലാസ്റ്റ് കൊങ്കൺ റെയിൽവേ യാത്രയായിരിക്കും ഇത്. ഇനി ഞാൻ കുറച്ച് കാലത്തേക്ക് ഞാൻ കൊങ്കൺ റെയിൽവേയുടെ ഭാഗത്തേക്കും വരില്ല. ഐ പ്രോമിസ് യു. ബോറടിച്ചു. എനിക്കും കൊങ്കൺ റെയിൽവേ കണ്ടിട്ട് ബോറടിച്ചു. അതുകൊണ്ട് നമ്മളിനി കുറച്ച് കാലത്തേക്ക് ഈ പ്രദേശത്തോട് വരില്ല. അടുത്ത യാത്ര പ്രിഫറബിളി നമുക്ക് വേറെ റൂട്ട് വഴി വല്ലതും പോകാം. ഇനി പോകുന്നത് ക്ലാസ് റൺ റൂട്ട് സിന്ധുദുർഗ് സ്റ്റേഷനാണ്. ജനശതാബ്ദി നമ്മൾ മിക്കവാറും കുടാളിൽ വെച്ച് ക്രോസ് ചെയ്യും. ജനശതാബ്ദി ഇപ്പോൾ സാവന്തവാടി റോഡ് വിട്ടിട്ടുണ്ട്. അവൻ സാറപ്പ് വഴി കുടാലിലേക്ക് വരും. കുടാലിൽ അവനെ ഹോൾഡുണ്ട്.
ഞാൻ കണക്കൂട്ടിയ പോലെ തന്നെ കുടാളിൽ വെച്ച് നമ്മൾ ജനശതാബ്ദി ക്രോസ് ചെയ്യും. ഭാഗ്യം ഇവിടെ മെയിൻറ്റെയിൻ കാലിയാണ്. കുടാൾ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ലൂപ്പിലേക്ക് കയറി. ജനശതാബ്ദി 1 വരെ കാര്യം ജനശതാബ്ദിയുടെ ഹോൾട്ട് ഉണ്ട്. ഇതാണ് കുടാൾ. ഇതാണ് കുടാളിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. നല്ല വെയിലായി പുറത്ത്. ആ ഫ്രണ്ടിലുള്ള തണലിലാണ് വേറെ തണലൊന്നുമില്ല. ഭയങ്കര ചൂടും വെയിലും ഇവിടെ. അപ്പോൾ നമ്മൾ ജനശതാബ്ദി കയറി വരുന്നുണ്ട്. കല്യാൺ ഷെഡിൻ്റെ 37551. ഓസിലേഷൻ ഉണ്ടോ കോച്ചുകളുടെ? ഓ, ഇത് ഉപയോഗിച്ചിട്ട് കുറേ കാലം ഒന്ന് വന്നിട്ട് കിടപ്പ് വന്നിട്ട് ഇതിൻ്റെ ഉണങ്ങി വരേണ്ട കിടക്കാണുള്ളത്. झारप സ്റ്റേഷനിലേക്ക് എത്തി. झारप നമുക്ക് എന്നാൽ പെട്ടെന്ന് മറ്റേ സൈഡിലേക്ക് പോകാം. ഒരു 5 കിലോമീറ്റർ ബാക്കിയുള്ള തേജസ് ഇപ്പോൾ വരും. ഇപ്പോൾ ആണ് സ്റ്റേഷൻ ബിൽഡിങ്. झारप എന്നാണ്. झारप കുഞ്ഞി സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. നമ്മൾ ലൂപ്പിൽ കയറിയപ്പോഴേക്കും ഇവിടെ മെയിൻ ലൈനിൽ അങ്ങോട്ടുള്ള സിഗ്നൽസൊക്കെ പച്ചയായി കഴിഞ്ഞു. ഇവിടെ ഒരു ഫ്രൈറ്റിനാണ്, പക്ഷേ ഭാഗ്യത്തിന് ലൂപ്പിൽ ഉണർന്നിട്ടിരിക്കുക. ഫ്രൈറ്റിന് 2 എൻഡിലും ലോക്കോ ഇല്ല. സ്റ്റേബിൾ ഡ്രൈവറാണ്. തേജസ് പോയി. സ്റ്റാർട്ടറായി കഴിഞ്ഞു കേട്ടോ. സ്റ്റാർട്ടറായി. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. അപ്പോൾ കറക്റ്റ് സ്റ്റാർട്ടറായി. അപ്പോൾ അങ്ങനെ झारप സ്റ്റേഷൻ കഴിഞ്ഞു. നമുക്ക് സ്റ്റോപ്പ് മടുങ്ങാവിലുണ്ടുള്ളൂ കേട്ടോ. ഇനി എൻ്റെ അറിവിൽ നമുക്കിനി ബോർഡറിനെ ക്രോസിങ്സ് ഒന്നും വരാനില്ല. കൊങ്കൺ റെയിൽവേയുടെ ട്രെയിൻ ട്രാക്കിംഗ് വെബ്സൈറ്റാണ്. ഇതിൽ ഈ ലാസ്റ്റ് കാണുന്ന പർപ്പിൾ കളറാണ് ഇപ്പോൾ പോയ തേജസ്. അതിനൊക്കെ ഇത്രയും ദൂരത്തേക്ക് വണ്ടിയൊന്നുമില്ല. കുറച്ച് നേരത്തേക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. അത് കൺഫേംഡ് ആണ്. നമ്മൾ 5:10 മടുങ്ങാവ് എത്തേണ്ടതായിരുന്നു. സമയം 5:09. ഇനി നമുക്ക് ഏകദേശം 90 കിലോമീറ്റർ അടുത്ത് ബാക്കിയുണ്ട്. 85 കിലോമീറ്റർ 90 കിലോമീറ്റർ അങ്ങോട്ട് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും മടുങ്ങാവ് ഓൺ ടൈം എത്തില്ല. ഹായ്, ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. അതിനപ്പുറത്ത് DP40 തുത്താരി എക്സ്പ്രസ് കിടപ്പുണ്ട്. നമുക്കിന്ന് ഫ്ലൈറ്റ് ദശയാണ് കേട്ടോ. കണ്ടകശ്ശേരി കൊണ്ടേ പോകും പറഞ്ഞ പോലെ. വണ്ടി തിവിം സ്റ്റേഷനിൽ കിടക്കുകയാണ്. തിവിം സ്റ്റേഷനിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിനടുത്തായി. സമയം ഇപ്പോൾ 5:59. 5:34 അങ്ങോട്ട് ഇവിടെ വന്നതാണ്. കുറേ നേരം ഇവിടെ തന്നെ കിടക്കുക. എന്താ സംഭവം ഒരു പിടിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ റെയിൽവേസ് വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ പിടിച്ചിട്ടെന്ന് അനൗൺസ് ചെയ്യില്ലല്ലോ. അങ്ങനെ പരിപാടിയില്ലല്ലോ.
ഇപ്പോൾ ഫൈനലി സിഗ്നലായിട്ടുണ്ട്. സമയം ഇപ്പോൾ 6:02. അരമണിക്കൂർ തയ്ക്കാൻ 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ സിഗ്നൽ തന്നു. ഈ ലൈൻ റേക്ക് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. മൂന്നാമത്തെ ലൈനിൽ റേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താ സംഭവമൊന്നുമില്ല. ഫ്രണ്ട് ലൈൻ ബ്ലോക്കോ വല്ലതും ആയിരുന്നു എന്നറിയില്ല. ഞാൻ ആരക്കോണത്തിൻ്റെ 43267 ആണ് ഈ കിടക്കുന്നത്. അപ്പോഴത്തെ ന്യൂ ഗുവാഹട്ടി ഷെഡിൻ്റെ 42555. ന്യൂ ഗുവാഹട്ടിയുടെ ഒന്നും ലോക്കോ അങ്ങനെ അധികം നമ്മൾ കാണാറില്ല കേട്ടോ. ഇവിടെ അവരൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ല എന്ന് തോന്നുന്നു. ഇനി ഫ്രണ്ടിൽ പോയ വണ്ടിക്ക് വല്ലതും പണി കിട്ടിയിട്ട് ലൈൻ ബ്ലോക്ക് ആയതാണെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ മംഗളമുണ്ട്. പക്ഷെ മംഗളം ഇപ്പോൾ കുറേ നേരമായി. മരുസാഗർ അതിൻ്റെ ഫ്രണ്ട്. മരുസാഗർ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. മാണ്ഡവ്യയാണ്. അങ്ങനെ ദൂരെ കണ്ടോ പള്ളികൾ, നല്ല ഭംഗിയുള്ള സ്ഥലത്താണിത്. ഡബിൾ ആംബർ സിഗ്നലാണ് എന്ന് പറയുമ്പോൾ കർമാലി സ്റ്റേഷനിൽ നമുക്കുള്ള എന്തോ പണി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ പേഡിനെ മറ്റേ ഓൾഡ് ടണൽ, പേഡിനല്ല സോറി, ഓൾഡ് ഗോവ ടണൽ പാസ് ചെയ്യുന്ന അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷനാണ്. കർമാലിയിൽ നമ്മൾ ലൂപ്പിലേക്ക് സെറ്റ് ചെയ്തിരിക്കുക. ലൂപ്പ് ലൈൻ റൺ ത്രൂ ആയാൽ മതിയായിരുന്നു. അവിടെ ലൂപ്പിലൊരു WD-40 ഫ്ലൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മെയിൻ ലൈനിലാണ് 3 ലൂപ്പും ഫിൽഡാണ്. മെയിൻ ലൈനിലൊരു ഫ്ലൈറ്റ് നടക്കുന്നുണ്ട് അതേപോലെ. DG4G 49068. സമയം കർമ്മളി സ്റ്റേഷനിൽ വണ്ടി നിർത്തി. എന്തുവാണോ ഇവരുടെ ഉദ്ദേശം? എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് കോമൺ റെയിലേക്ക് പതിവ് പോലെ പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ ഒരു പരിധിയില്ലേ? എന്തൊരു പിടിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് ഹോണടിയും പറച്ചിലൊന്നുമില്ല. വണ്ടി നേരെ എടുക്കുന്നു വിടുന്നു. ഹോണടിക്കുന്ന കേൾക്കാത്താണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത്തരം പുറകിലല്ല നമ്മൾ. ഇവിടെ മറ്റേ ആ ലേക്കുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. പണ്ട് നല്ല സൂപ്പറായിരുന്നു. പണ്ട് ഈ സൈഡിൽ ഈ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു 10-15 വർഷം മുമ്പാണ്. ഇനിയിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിന് മുകളിൽ ഒരു ലൈറ്റ് കഫറ്റീരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ദ്വാരി പോലെ നടക്കാം.
ആപ്ലിക്കേഷൻ ഉണ്ട് വീണ്ടും. വെർണയിൽ നമുക്ക് വീണ്ടും പണിയുണ്ടെന്ന് തോന്നുന്നു. ഹൈവേ പാലം ഒരു രക്ഷയില്ല, അല്ല ഭംഗി, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് പുതിയ പാലം. വെർണയിൽ നമുക്ക് റൺ ത്രൂ ആണെന്ന് തോന്നുന്നു ഫൈനലി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വെർണ യാർഡ് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം കണ്ടു. ഇതാണ് വെർണ യാർഡ്. ഇത് ട്വിൻ WDG60. അങ്ങേ അറ്റത്തുള്ള ഫ്രൈറ്റ് അൺലോഡിങ് ഫെസിലിറ്റി പുതിയതാണ്. വേറെ ഒരു കുഞ്ഞി സ്റ്റേഷൻ, അതൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. അതുകൊണ്ട് നല്ലോണം ഫ്രൈറ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട് ഇവിടെ. അങ്ങനെ വേറെനിക്ക് പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോൾ കുറേ ഫാക്ടറീസ് ഉണ്ട്, ഇലക്ട്രോണിക്സും ഫാർമസ്യൂട്ടിക്കൽസും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മജോർദയിലേക്ക് എത്തുകയാണ്. ഇത് ആ കാണുന്ന സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ലൈനാണ്. ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാര്യം മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് ലൈൻ വരുന്നത്. അത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വാസ്കോ കുളയം ലൈനാണ്. നമ്മൾ ഏറ്റവും പുറകിലത്തെ കോച്ചായതുകൊണ്ട് 18ാമത്തെ 19ാമത്തെ കണ്ട കോച്ചായതുകൊണ്ട് 17ാമത്തെ 18ാമത്തെ കോച്ചായതുകൊണ്ട് നമ്മൾ മടുകാവിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഏറ്റവും പുറകിൽ പോയി കിടക്കുകയുള്ളൂ. അത് ഈ കാണുന്നതാണ് SWRൻ്റെ ലൈന്. ഇതിൽ പാസഞ്ചർ ട്രെയിനുകളുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയിട്ടുണ്ടാവും. റെഡാണ് കാണുന്നത് മൊത്തം, നിരത്തി പിടിച്ച റെഡ് കാണാം. നമ്മുടെ മജോർഡ എത്തി. മജോർഡ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. LPG ടാങ്കറാണ്. പ്ലാറ്റ്ഫോം 2 പോലെയാണ്. പ്ലാറ്റ്ഫോം 3യിലേക്ക് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം 1 കൊങ്കൺ തന്നെ നടക്കുന്നുണ്ട്. ഇനി അറ്റത്തെ ബേ ലൈൻ പ്ലാറ്റ്ഫോമിൽ മെമോ നടക്കുന്നുണ്ട്. സ്റ്റാർ സിയുടെ 37219 കൊങ്കൺ കന്യ എക്സ്പ്രസിൻ്റെ കൂടെ. അപ്പോൾ 6:56 മഡഗാവിലെത്തി. 2 മണിക്കൂർ തികച്ചില്ല. 2 മണിക്കൂറിനെക്കാട്ടും കുറച്ച് കുറവാണ്, ലേറ്റാണ് വണ്ടി. ഇതാണ് കൊങ്കൺ കന്യ എക്സ്പ്രസ്. കൊങ്കണിൻ്റെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് വണ്ടിയാണ്. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇത് ഇപ്പുറത്ത് കിടക്കുന്നത് കാർവാർ മെമ്മു ആണ്, മഡഗാവ് കാർവാർ മെമ്മു.
ആ സൗണ്ട് കേട്ട് ഇവൻ പുറപ്പെടുന്നതിൻ്റെ കൊങ്കൺ തന്നെ പുറപ്പെടുന്നതിൻ്റെ അത് പ്ലാറ്റ്ഫോം 4ലേക്ക് എന്തോ ഒരു സാധനം കയറി വരുന്നുണ്ട്. ഫ്ലൈറ്റിലായിരിക്കും കുളം ലൈനിൽ നിന്ന്. കൊങ്കൺ കന്യ ഡിസ്പാച്ച് സ്ഥിതിക്ക് ഫ്ലൈറ്റ് എന്തായാലും ഇവിടെ കിടക്കും കുറച്ച് നേരം. ഇത് WAG72460 DDU ഡീസൽ ഷെഡിൻ്റെ. ഇത് KRCയിൽ കൂടെ തന്നെ വന്ന ഫ്ലൈറ്റാണ്. ഞാൻ കുളം സൈഡിലോട്ട് ഇതുവരെ ഇലക്ട്രിക് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇന്നലെ കൊങ്കൺ കന്യ എക്സ്പ്രസ് ഇറങ്ങി പോകണം. 7 മണിയായി, 7:02. കൊങ്കൺ കന്യ എക്സ്പ്രസ് എനിക്കിതുപോലെ എൻഡ് ടു എൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നിന്നല്ല, അവിടെ നിന്ന് ബോംബെ ഇങ്ങോട്ട്. KRCL സ്പെയർ മെമ്മോ ആണെന്ന് തോന്നുന്നു. ഷണ്ടിങ്ങാണ്. ചിലപ്പോൾ വെർണയിലോട്ട് കൊണ്ടുപോയിരിക്കും. വെർണയിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഇപ്പോൾ ചെയ്യുന്നത്. ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്, അതെന്തിനാണോ? അല്ല, ഇതിന് ബാക്കിൽ ഇതില്ല, ഡ്രൈവിംഗ് കാറില്ല. കണ്ടോ, ബാക്കിൽ ഡ്രൈവിംഗ് കാറില്ല. സമയം 7:29. സ്റ്റാർട്ടറായിട്ടുണ്ട്. ഇപ്പോൾ എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എത്ര മണിക്കാണ്? 6:50 കഴിഞ്ഞ് എത്തിയതാണ് ഇവിടെ. 6:58 അങ്ങനെ എത്തിയതാണ് ഇവിടെ. ആ സമയത്ത് കാർവാർ ഇതുണ്ടായിരുന്നു, നമ്മുടെ കാർവാർ മെമ്മോ ഉണ്ടായിരുന്നു. അതിനെ ഫ്രണ്ട് വിട്ടു. അവൻ ബാള്ളി എത്തിയിട്ട് വേണമല്ലോ നമുക്ക് പിന്നെ ഇവിടെ എടുക്കാൻ. അവൻ ബാള്ളിയിലൊരു 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ടറായി. വണ്ടി അനങ്ങി തുടങ്ങി. ഏറ്റവും പുറകെ ഹോണടി ഒന്നും കേൾക്കാൻ വയ്യ. അത് വലിയ ബുദ്ധിമുട്ടാണത്. മഡ്ഗാവ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫുഡ് കോർട്ടൊക്കെ തുറന്നിട്ടുണ്ട്. നല്ല ഭക്ഷണമൊക്കെ ഇപ്പോൾ കിട്ടും തോന്നുന്നു. പണ്ട് അവിടെ ഒന്നും കിട്ടില്ലായിരുന്നു. പണ്ട് ഈ ഇവിടുത്തെ ഈ ബെഞ്ചോ റെസ്റ്റോറൻറ്റ് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് മാറി ഫുഡ് കോർട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മഡ്ഗാവിൽ വന്നിട്ട് കുറച്ച് കാലമായി. മഡ്ഗാവിൽ വന്ന് യാത്ര അവസാനിപ്പിച്ചിട്ട് കുറച്ച് കാലമായി. നമ്മൾ ഈ ഇതുവഴി പാസ് ത്രൂ ചെയ്യുമ്പോഴുള്ള പാസിംഗ് ആണല്ലോ. അങ്ങനെ മഡ്ഗാവിലോട്ട് വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെ പകൽ വെളിച്ചം ബാക്കിയുള്ളപ്പോൾ നമ്മൾ മഡ്ഗാവിൽ എത്തിയതാണ്. അപ്പോൾ പകൽ വെളിച്ചമൊക്കെ തീർന്നു, രാത്രിയായി. വണ്ടി ഇപ്പോൾ കുറച്ചധികം നേരമായിട്ട് ലോലിയ സ്റ്റേഷനിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതിന് മുമ്പ് കുറേ നേരം കൺകോണ കിടന്നായിരുന്നു. ഇപ്പോൾ ലോലിയയിലൊന്നും കിടക്കാമെന്ന് കുറേ നേരമായി. ലോലിയയിൽ കിടക്കാമെന്ന് ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ കുറേ നേരം ഇവിടെ ഈ പ്രദേശത്ത് നെറ്റ്വർക്കും ഇല്ല. അങ്ങനെ നമ്മുടെ ഫോണിലെ നെറ്റ്വർക്കൊക്കെ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ക്രോസിംഗ് ആണ്. മെയിൻ ലൈൻ പച്ച വീണിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഒരു ഹെഡ്ലൈറ്റും കാണാനുണ്ട്. ഇപ്പോൾ സമയം 9:01. 9:10 നമ്മൾ ഉടുപ്പി എത്തേണ്ട വണ്ടിയായിരുന്നു. ഉടുപ്പിലോട്ട് ഇനി 200 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു വണ്ടി വരുന്നുണ്ട്. ആ ലൈറ്റ് വരുന്നുണ്ട്. വാ. മത്സ്യഗന്ധ എക്സ്പ്രസ് ആയിരിക്കണം. കാര്യം മറ്റേ സൂപ്പർ പോയി, തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ പോയി, അതൊക്കെ പോയി. ഇത് മത്സ്യഗന്ധ ആയിരിക്കണം. 7:30 മഡ്ഗാവിൽ നിന്ന് വിട്ട വണ്ടിയാണ് നമ്മളിപ്പോൾ. 9:05. നമ്മൾ ഇപ്പോഴും ഗോവ വിട്ടിട്ടില്ല. നമ്മൾ ഗോവയിലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ലോലിയത്തിൽ നിന്ന് ഇപ്പോൾ വിടുന്നേ ഉള്ളൂ 9:05. അതായത് 2.5 മണിക്കൂറിന് മേലെ നമ്മൾ ഗോവയിൽ തന്നെ കടന്നു. മഡ്ഗാവ് വിട്ടിട്ട് നമ്മൾ എന്തെന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. കാൺകോണെ കുറേയൊക്കെ നേരം കിടന്നു, ലോലിയത്തിൽ കുറേ നേരം കിടന്നു.
എന്തായാലും ലോസ്റ്റ് ബിയോണ്ട് റിഡംഷനാണ്. ഇനിയിപ്പോൾ ഇത് ടൈം മേക്കപ്പ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. ഇനിയുള്ള ഡിലേ ആയിട്ട് തന്നെ തുടരും. എനിക്ക് തോന്നുന്നത് ഇതൊരു ഉടുപ്പി എത്തുമ്പോൾ തന്നെ മിഡ് നൈറ്റ് ആവും തോന്നുന്നു. കാര്യം ഇനിയും 200 കിലോമീറ്റർ പോകാനില്ലേ. നോൺ സ്റ്റോപ്പ് ഓടിയാലും വേണം 2 മണിക്കൂർ. അപ്പോഴും 11 മണി കഴിയും എത്താൻ. ഇന്നത്തെ ഡിന്നർ വന്നിട്ടുണ്ട്. ഭയങ്കര ഡിലേറ്റ്. മണി 9:50 ഫുഡ് വരുമ്പോൾ. ഇനിയിത് കഴിക്കണം. ഞാൻ പെട്ടെന്ന് തുറന്ന് കഴിച്ചതിനകത്ത് എന്താണ് കേട്ടോ. ഇപ്പം മെനുവിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു പനീർ കറി ഉണ്ട്, ദാളുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്, 3 ചപ്പാത്തി ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്. ഒരേ മെനു തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് തൈര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി കിടന്ന് ഉറങ്ങാൻ പോട്ടോ. ഗുഡ് നൈറ്റ് ആവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. വണ്ടി ഉടുപ്പിയൊന്നും എത്തിയിട്ടില്ല. മണി ഇപ്പോൾ 10:15. ഉടുപ്പിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ വണ്ടി നല്ലോണം ലേറ്റാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാലത്ത് കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സമയം ഇപ്പോൾ 4:50. നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. വണ്ടി ഏകദേശം ഒരു 1.5 മണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ രാത്രി അപ്പോൾ മാംഗ്ലൂർ ബഫർ ടൈമിൽ കുറേ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 4:53 നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. 6:30 ആകുമ്പോൾ ഷൊർണൂർ എത്തുന്നതാണ് കാണിക്കുന്നത്. എത്തണമായിരുന്നു. കാര്യം 7 മണിക്ക് നമുക്ക് കണക്ഷൻ ട്രെയിനുണ്ട്. 7:05 മറ്റുമാണ് കണക്ഷൻ ട്രെയിൻ ഉള്ളത്. നമ്മൾ മംഗള എക്സ്പ്രസ്സിന് എവിടെയോ വെച്ച് ഓവർടേക്ക് ചെയ്തു കേട്ടോ. മംഗള നമ്മുടെ പുറകിലാണിപ്പോൾ. മംഗള ഇപ്പോൾ വെസ്റ്റ് ഹില്ലിൽ എത്തിയിട്ടുള്ളൂ. മംഗള എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തെന്നറിയില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ സൈഡിലെ വെളിച്ചം കാണുന്ന റോഡിലാട്ടോ. അപ്പം നമ്മളങ്ങനെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. ഇതാ മംഗള എക്സ്പ്രസ് വരുന്ന അനൗൺസ്മെൻ്റ് ഒന്നും ഇടാം. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് തിരൂർ സ്റ്റേഷനിലേക്ക് എത്തണം. അനൗൺസ്മെൻ്റ് ഒന്നും ഇടാം. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൾ കൃപയാ ധ്യാൻ दें. സമയം 5:26. നമ്മൾ 4:55 ഷൊർണൂർ എത്താൻ വേണ്ടിയാണ്. ആണ് തിരൂർ സ്റ്റേഷൻ. അങ്ങനെ 5:28 നമ്മൾ തിരൂരിൽ പെട്ടു. ഞാനങ്ങനെ ദൂരെ കാണുന്ന റെഡ് സിഗ്നലാണ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ അതെല്ലാം തോന്നുന്നു. തിരൂർ സ്റ്റേഷനിൽ ഇപ്പോൾ AC വെയിറ്റിംഗ് റൂമുണ്ട്, ക്ലോക്ക് റൂമുണ്ട്, കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൽ കഴിഞ്ഞിടയ്ക്കാണ് അമൃത് ഭാരത് കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ. പിന്നൊരു 6:15 ആകുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഷൊർണൂരെത്തണം. 1 മുക്കാൽ മണിക്കൂർ മതി ഷൊർണൂരെത്താൻ.
നമുക്ക് വേറെ സ്റ്റോപ്പും ഒന്നുമില്ലല്ലോ. ഈ ഷൊർണൂരിലെ സ്ലോ ഡൗണും കൂടി കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 6:15 ഷൊർണൂർ എത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് 7 മണിയുടെ പാസഞ്ചർ കിട്ടും. വലിയ പെട്ടി കൊണ്ട് പ്രൈവറ്റ് ബസ്സിന് പോകാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിൽ സ്ഥലമില്ല. സിക്സ് 347 വന്നൊന്ന് കാണാമെന്ന് വെച്ചിരുന്നു, വന്നില്ല ഇതുവരെ. അങ്ങനെ നേരം വെളുത്ത് വരുന്നു. സൂര്യൻ ഉദിച്ചിട്ടില്ല, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സിഗ്നൽ ഗ്രീനാണ്, സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പട്ടാമ്പി എത്താറായി. നേരം വെളുത്തിട്ടില്ല, അതിന് മുമ്പ് ഒരു ചായക്കാരൻ വന്നു. ഇവന്മാർ ഉപയോഗിക്കുന്ന കപ്പില്ല, 150 ml കപ്പാണ്. ശരിക്കും നോർമൽ ചെയ്യുന്ന 170 ml കപ്പിൽ 150 ml ചായ തരണം എന്നാണ്. ഒരു 150 ml കപ്പാണ് ഉപയോഗിക്കുന്നത്, മുഴുവൻ ചായ തരികയില്ല. അപ്പം അങ്ങനെ പുലർകാലെ നമ്മൾ പട്ടാമ്പി വഴി റൺ ത്രൂ. ഒരു 10 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ഒരു തണുപ്പ് ഇത്രേ ഉള്ളൂ. ഹ്യൂമിഡിറ്റി നല്ലോണം ഉണ്ട്. അവർ ഫീൽ ചെയ്യാണ്ട് സ്കിന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക, സ്റ്റിക്കി ആയിട്ടുണ്ട്. വന്നിട്ടുണ്ടായാലും പോലെ നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഈ ലൈൻ വഴി തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ നിലമ്പൂർ ലൈൻ. അതിൽ ആംബർ പെർമിസീവാണ്. പ്ലാറ്റ്ഫോം 7ലേക്ക് പോകുന്നതൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് കേട്ടോ. ക്ലിയറൻസ് ആയിട്ടുണ്ട് സ്റ്റേഷനിലോട്ട് കയറാൻ. ഇതൊരു ചെന്നൈ മെയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്പ്രസ് ട്രെയിൻ കാണിക്കുന്നത് ചെന്നൈ മെയിൽ അറൈവ്ഡ് എന്നാണ്. ചെന്നൈ മെയിൽ ഉണ്ട്, അതിൻ്റെ പുറകെ കണ്ണൂരുണ്ട്, യശ്വന്ത്പൂർ കണ്ണൂർ. സാരില്ല. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അരക്കോണത്തിന് 22962 ആണെന്ന് ചെന്നൈ മെയിലിന്, ചെന്നൈ മംഗളൂരു മെയിലിന്. മംഗളൂരു സെൻട്രൽ, ചെന്നൈ സെൻട്രൽ മെയിൽ സൂപ്പർ ഫാസ്റ്റ്. ഇവിടെ വെള്ളം നിറയാൻ പോയി, ഇത് കണക്ട് ചെയ്യുന്നുള്ളൂ. നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചണ്ഡീഗഡിലെ പ്ലാറ്റ്ഫോം നമ്പർ 6ൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ 9:30 പുറപ്പെട്ട യാത്ര ഷൊർണൂരെ പ്ലാറ്റ്ഫോം നമ്പർ 6ൽ ശനിയാഴ്ച രാവിലെ 6:12 അവസാനിച്ചിരിക്കുകയാണ്. 45 മണിക്കൂറിനടുത്ത് നമ്മൾ ട്രാവൽ ചെയ്തു. നമുക്കങ്ങനെ പതുക്കെ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു പുതുപുത്തൻ വീഡിയോയിൽ കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. സീ യു അഗെയിൻ ഇൻ അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ബൈ.